തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പ്രസ്താവനകൾ ആലപ്പുഴയിൽ സിപിഎമ്മിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല, വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അത് ബിജെപിയിലേക്ക് പോയിട്ടുണ്ടെന്നുമാണ് സിപിഎമ്മിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഈ വോട്ടുകൾ തിരികെ കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ആലപ്പുഴ സിപിഎമ്മിൽ നടക്കുന്നുണ്ട്. ആദ്യം ഇതേക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം കേൾക്കാം. ഈ ആലപ്പുഴ ജില്ലയിൽ ആരിഫിനെ കുറിച്ചുള്ള ആളുകൾ തോക്കുക എന്ന് പറഞ്ഞാൽ എവിടെ തോറ്റാലും ഇവിടെ തോക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇടതുപക്ഷം ആലപ്പുഴയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത, അടിസ്ഥാന വർഗത്തിന്റെ ചിന്ത എങ്ങോട്ട് പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇരുപരാതി പിന്നോക്ക സമുദായത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി. മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ്? പ്രീണനം കുറെ കൂടിപ്പോയില്ലേ? ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തെപ്പെട്ടിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി. കാരണം എന്നും മുസ്ലിം ക്രിസ്ത്യനും മാനസികമായി ആ അഖില ലോകാടിസ്ഥാനത്തിൽ പോലും അവർ യോജിച്ചു പോകുന്ന ആളുകളല്ല. ഈ മുസ്ലിം പ്രീണനവും കൂടിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ പാലസ്തീൻ്റെ വിഷയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം. നമ്മളെന്തിനാണ് അതൊക്കെ ആവശ്യമില്ലാത്ത അഖില ലോകാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് പാലസ്തീൻ വിഷയത്തിൽ LDF ഏറ്റെടുത്തുകൊണ്ട് വലിയ സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇവിടെ നടത്തി. പക്ഷേ പാർലമെന്റ് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെ ഉണ്ടോ? ഇല്ല. വോട്ട് വന്നപ്പോൾ അവർ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്ന് മുസ്ലിം ലീഗിന്റെ കൂടെ അല്ല എന്നത്. ആലപ്പുഴയിലെ തോൽവിയെക്കുറിച്ച് സിപിഎമ്മിൽ വിവാദം പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പരമ്പരാഗത വോട്ടുകളിലുണ്ടായ വൻ ചോർച്ചയാണ് സിപിഎമ്മിനെ കുഴയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ സിപിഎമ്മിലും ചർച്ചയാവുകയാണല്ലോ. ഈഴവ വോട്ടുകളും പിന്നാക്ക വോട്ടുകളും കൂട്ടത്തോടെ സിപിഎമ്മിന് നഷ്ടമായി. അത് ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശനും. അതാണല്ലോ ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിന് തൊട്ടടുത്ത് വോട്ടുകൾ കിട്ടുവാൻ കാരണമായതും. ഇത് സിപിഎമ്മും വിലയിരുത്തുന്ന ഒരു കാര്യമാണല്ലോ, അല്ലേ? എന്താണ് ഇപ്പോൾ സിപിഎമ്മിൽ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ? മഞ്ജുഷ, ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പിന് ശേഷം സിപിഎമ്മിനുള്ളിൽ വിവാദം ഉയരുകയാണ്. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാളിച്ച സിപിഎം നേതൃത്വത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ആരിഫ് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കാനാണ് പാർട്ടി നേതൃത്വം, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് സാധാരണ പ്രവർത്തകരിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. മാത്രമല്ല, ആത്മാർത്ഥ പ്രവർത്തിക്കുന്ന ആളുകളെ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറായില്ല. മറിച്ച് ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉണ്ടായത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അതായത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആരിഫ് പരാജയപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും MV ഗോവിന്ദൻ അടക്കമുള്ള CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിലും സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായി സിപിഎമ്മിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രവർത്തകർക്ക് വലിയ അതൃപ്തി ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വോട്ട് ഇടതുപക്ഷത്തിനുള്ള ഒരു സ്ഥലത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായത്. അതിൽ പ്രധാനമായും ഈഴവ സമുദായത്തിലെയും മറ്റ് ദളിത് വിഭാഗം അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിലെയും വോട്ടുകൾ വലിയ തോതിൽ ബിജെപിയുടെ പെട്ടിയിലേക്ക് മറിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു കായംകുളത്തടക്കമുള്ള മാറ്റം, ഹരിപ്പാടടക്കമുള്ള മാറ്റം. ഹരിപ്പാടൊക്കെ കാർത്തികപ്പള്ളിയും കരുവാറ്റയും അടക്കമുള്ള ഈഴവ മെജോറിറ്റിയുള്ള ഇടങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ ബിജെപി 1ാം സ്ഥാനത്തേക്ക് കടന്നുവരികയും ചെയ്തു എന്നുള്ളതാണ്. അമ്പലപ്പുഴ പഞ്ചായത്ത്, അമ്പലപ്പുഴയൊക്കെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി
ഒറ്റയായി നിന്നിരുന്ന സ്ഥലത്തൊക്കെ തന്നെയും BJP മുന്നിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് CPM-ന് നഷ്ടമായത്. അതിൽ തന്നെ അടിയുറച്ച ഈഴവ വോട്ടുകൾ വലിയ തോതിൽ ഒഴുകി നീങ്ങി എന്നുള്ളതാണ്. ഇത് തിരികെ വരാൻ വലിയ പ്രയാസമായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നൊരു പ്രാദേശിക നേതൃത്വം അറിയിച്ച അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം മുന്നോട്ട് വെച്ച പേരുകൾ വെട്ടിയാണ് മുകളിൽ നിന്നും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം വന്നത്. അതിൽ പല ഘടകങ്ങളും കാരണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയം ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങൾ തുടർച്ചയായി മത്സരിച്ച ഒരാളെ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല സ്ഥാനാർത്ഥിയിൽ ഇപ്പോൾ ഒരു ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിംഗ് വന്നാൽ അത് തിരിച്ചടിയാകും, മറ്റൊരു കൺസൾട്ടേഷൻ ഉണ്ടാകും എന്നതടക്കമുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും. പ്രത്യേകിച്ച് ഈഴവ ദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് സവർണ വോട്ടുകളെ UDF-ഉം അവരുടെ പെട്ടിയിലേക്ക് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്ക് ഏറ്റവും അധികം സംഭവിച്ചത് നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ വോട്ടുകളിലായിരിക്കും ഇത്തവണ BJP കണ്ണുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ആലപ്പുഴയിലെ CPM നേതൃത്വം അവസാന ഘട്ടം വരെയും വിചാരിച്ചത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ശോഭ പിടിക്കുന്ന ഓരോ വോട്ടുകളും UDF-ന്റേതാണെന്നുള്ള മണ്ടൻ കണക്കുകൂട്ടലിന്റെ ഭാഗമായി തന്നെയായിരുന്നു ആലപ്പുഴയിൽ നേതൃത്വം മുന്നോട്ട് പോയത്. മാത്രമല്ല പ്രാദേശികമായി പാർട്ടി പ്രവർത്തകരിൽ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അതൃപ്തി പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനോ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല അവർ ആശ്വസിച്ചത് സംസ്ഥാന നേതൃത്വം ഇവിടെ നിന്ന് പറഞ്ഞ പേരുകളെ വെട്ടി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച പേരാണ്. തുടർച്ചയായി മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. 5ാം ടേമിലേക്കായിരുന്നു AM ആരിഫ് ആലപ്പുഴയിൽ മത്സരിക്കാൻ, അതായത് 3 തവണ നിയമസഭയിലേക്കും 4 തവണ ഒരു തവണ പാർലമെന്റിലേക്കും ഇപ്പോൾ 5ാം തവണയാണ് പാർലമെന്റിലേക്ക് വീണ്ടും AM ആരിഫ് മത്സരത്തിനായി എത്തുന്നത്. അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ ജയസാധ്യത കുറവാണ് എന്നുള്ളത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ അറിയിച്ചിരുന്നു എന്നും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റ് ആളുകളുടെ പേരുകൾ സീനിയർ നേതാക്കന്മാരെ മത്സരിപ്പിച്ചാൽ മാത്രമേ ഇത്തവണ വിജയമുണ്ടാകൂ എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനൊക്കെ മറികടന്നായിരുന്നു ഈ പല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ എന്നൊക്കെ ഉള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആരിഫിനെ തുടർച്ചയായി മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നതും വിജയിച്ച സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയത്. എന്തായാലും ആ നേതൃത്വത്തിന്റെ തീരുമാനത്തിനേറ്റ തിരിച്ചടിയായിരുന്നു. ശരിയാണ് ശരണ്യ, അത് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും. അക്കാര്യം അദ്ദേഹം കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ പറയുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു, NDAക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നത് ഒരിക്കലും കരുതാത്ത കാര്യമാണ്, കോൺഗ്രസിന് അഭിമാനിക്കാൻ കഴിയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തൃശൂരിൽ ജയിച്ച സുരേഷ് ഗോപിക്ക് ജയിക്കുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം എന്തെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം 2 വലിയ മന്നന്മാരാണ് അടിച്ചു താഴ്ന്നിട്ട് കളഞ്ഞത്. അത് ചെറിയ ഭൂരിപക്ഷത്തിലല്ല, വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി BJP ആദ്യമായിട്ടൊരു MP ഇവിടുന്ന് വാസായി എന്ന് പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ വളർച്ച മാത്രമല്ല കേരള ഒട്ടുക്ക് അവർക്ക് നല്ല പെർസെൻറ്റേജ് വോട്ട് കിട്ടി.